Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തൃക്കരിപ്പൂർ ടൗണിലെ പോഗോ റെസ്റ്റോറന്റിൽ പുതുവത്സര ദിനത്തിൽ നടന്ന അക്രമ സംഭവത്തിന് മുമ്പ് ജീവനക്കാർ സംഘം ചേർന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവരെ ആക്രമിച്ചുവെന്ന പരാതിയിൽ പോലീസ് 20 പേർക്കെതിരെ കേസെടുത്തു. പയ്യന്നൂർ കാര സ്വദേശി എ ശ്രീജിത്ത് ചന്ദേര പോലീസിൽ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. പുതുവത്സര തലേന്ന് രാത്രി തൃക്കരിപ്പൂർ ടൗണിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന പോഗോ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പയ്യന്നൂർ കാര സ്വദേശികളായ എ ശ്രീജിത്ത്, ഷാജിത്ത്, രാഹുൽ എന്നിവർക്ക് നേരെ ഹോട്ടൽ ജീവനക്കാർ നടത്തിയ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ കാര സ്വദേശി എ ശ്രീജിത്തിന്റെ പരാതിയിൽ പോഗോ റെസ്റ്റോറന്റിലെ ഷിഹാബ്, അബ്ദു, ബിട്ടു അലി എന്നിവരും കണ്ടാലറിയാവുന്ന 17 പേർക്കുമെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചന്ദേര പോലീസ് കേസെടുത്തത്. ഭക്ഷണം കഴിക്കാനെത്തിയ ശ്രീജിത്തിനെയും സുഹൃത്തുക്കളെയും ഭക്ഷണം വിതരണം ചെയ്യാൻ വൈകിയത് ജീവനക്കാരോട് ചോദിച്ചതിന് റെസ്റ്റോറന്റ് മാനേജറും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെയുള്ള 20 പേർ സംഘം ചേർന്ന് ഇരുമ്പുവടി കൊണ്ടും കൈകൊണ്ടും അടിച്ചു പരിക്കേൽപ്പിച്ചു. തടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടായതായും രജിസ്റ്റർ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു. ചന്ദേര പ്രിൻസിപ്പൽ SI SV ജിയോ സദാനന്ദനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി തിരുവർക്കാട്ടുകാവ് പൂരോത്സവം 2026 മാർച്ച് 23 മുതൽ മാർച്ച് 31 വരെ നടക്കും. ഉത്സവത്തിന്റെ ആദ്യ ഫണ്ട് ശേഖരണം ഉദ്ഘാടനം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ട്രസ്റ്റി PV അഭിലാഷ് നിർവഹിച്ചു. ഉത്തര കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന മാടായിക്കാവ് പൂരോത്സവത്തിനായി ഒരുങ്ങുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത്. 2026 മാർച്ച് 23 മുതൽ മാർച്ച് 31 വരെയാണ് ഈ വർഷത്തെ പൂരമഹോത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരം കുളി ആറാട്ടുൾപ്പെടെ ഏറെ പ്രശസ്തമാണ്. നിരവധി പേരാണ് ഇത്തരം ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേരാറുള്ളത്. പൂരമഹോത്സവത്തിന്റെ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ട്രസ്റ്റി PV അഭിലാഷ് നിർവഹിച്ചു. ഇതൊരു വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ്. അതിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ കർണാടകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത്, ഇപ്പം നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് വരുന്നത്, അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ അമ്പലം. ഈ വരുന്ന ഭക്തരുകളെല്ലാം തന്നെ അവരിൽ ആവുന്നത്രയും രീതിയിൽ പ്രോത്സാഹനം, അതായത് ഫണ്ടിൻ്റെ രീതിയിലാണെങ്കിൽ അവരുടെ എല്ലാം ശ്രമഫലമായിട്ടാണ് ഇതുപോലുള്ള ഈ ഉയർച്ചകൾ ഓരോ ക്ഷേത്രങ്ങൾക്ക് നോക്കുന്നത്. പൂരമഹോത്സവം ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു വരികയാണെന്ന് ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി KVN ബൈജു പറഞ്ഞു. ഈ പറഞ്ഞ ഇനി വരുന്ന കാലങ്ങളിൽ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഉത്സവത്തെ ഒരു മഹാസംഭവമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അഡ്വക്കേറ്റ് TV ഹരീന്ദ്രൻ, കൃഷ്ണ പിടാറർ, N നാരായണ പിടാറർ, MK കൃഷ്ണദാസ്, CP നാരായണൻ, PV നമ്പ്യാത്തൻ, MP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം ഓണക്കുന്നിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KP പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം ഓണക്കുന്നിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KP പ്രദീപൻ മാസ്റ്റർ ശാസ്ത്രവും ശാസ്ത്രാവബോധവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ആരെങ്കിലും പറയുന്ന ഏർപ്പാടല്ല. ജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തനം. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പങ്കാളിത്തത്തോടു കൂടി പ്രവർത്തനം നടത്തുന്ന
നമ്മളൊരു ജനകീയ സംഘടന എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വാക്ക് പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃത്യമായ ലക്ഷ്യബോധമുള്ള നിരന്തരം വികസിക്കുന്ന മുന്നേറുന്ന ഒരു സംഘടനയാണ് സാധാരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ചടങ്ങിൽ പി വി നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ടി വി ചന്ദ്രമതി, കെ നാരായണൻ, ടി കെ രവീന്ദ്രൻ, ടി സൈനുദ്ദീൻ, ടി വി വിജയൻ, കരിമ്പിൽ ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 2 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്നുവന്ന ജില്ലാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളന ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബീന വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്നുവന്ന ജില്ലാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബീന വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മതങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തില് ജനാധിപത്യത്തില് ഒക്കെ തന്നെ ഇടപെട്ട ഒരു സാഹചര്യം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ശക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വരുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്. വയനാട് ജില്ലക്കകത്ത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ തിരഞ്ഞെടുപ്പില് നടത്തിയിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് വർഗീയ ശക്തികളെല്ലാം ചേരിതിരിഞ്ഞുകൊണ്ട് UDFനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഇ കെ മല്ലിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി പ്രസംഗിച്ചു. തുടർന്ന് നാടകങ്ങൾ അരങ്ങേറി. ടി കെ ചന്ദ്രമ്മ പ്രസിഡന്റും സുനു ഗംഗാധരൻ, എ വിധുബാല, എം ഗൗരി എന്നിവർ വൈസ് പ്രസിഡന്റുമാരും, ബേബി ബാലകൃഷ്ണൻ സെക്രട്ടറിയും, കെ ശകുന്തള, എ പി ഉഷ, പി പി പ്രസന്ന എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരും, ഓമന രാമചന്ദ്രൻ ട്രഷററുമായും പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 10ാം തരം തുല്യതാ പരീക്ഷയിൽ 100 മേനി വിജയം നേടി മാടായി പഠന കേന്ദ്രം. 65 വയസ്സുള്ള അബ്ദുൽ കരീം ഉൾപ്പെടെ 62 പേരാണ് പരീക്ഷ എഴുതിയത്. തുല്യതാ പരീക്ഷയിൽ 100% വിജയം നേടി മാതൃകയാകുകയാണ് മാടായിലെ തുല്യതാ പഠന കേന്ദ്രം. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് സാക്ഷരതാ മിഷൻ സംഘടിപ്പിക്കുന്ന തുല്യതാ പഠനം തുണയാവുകയായിരുന്നു. പ്രായം ഇവർക്കൊരു തടസ്സമേ അല്ല. വീട്ടുകാരുടെ സപ്പോർട്ട് കൂടിയായപ്പോൾ തുല്യതാ ക്ലാസുകളിലെത്തി പഠനം പൂർത്തിയാക്കി. പരീക്ഷ എഴുതിയ 62 പേരിൽ 65 വയസ്സുള്ള അബ്ദുൽ കരീമാണ് ഏറ്റവും പ്രായം കൂടിയ പഠിതാവ്. ഞാൻ 6ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തിയതാണ്. എൻ്റെതായ കാരണം കൊണ്ട് നിർത്തിയതാണ്. പിന്നെ 7ാം ക്ലാസ് തുല്യത പാസ്സായി 10ാം ക്ലാസ്സിലേക്ക് വന്നു. 10ാം ക്ലാസ് നല്ല വിജയത്തോട് പാസ്സായിട്ടുണ്ട്. അതിനൊക്കെ ഈ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും എൻ്റെ വിജയം എൻ്റെ ടീച്ചർമാരുടെ വിജയമാണ്. അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും. അതിൽ വളരെ സന്തോഷമുണ്ട്. പരീക്ഷ എഴുതിയ 62 പേരിൽ 4 പേർക്ക് 6 A+ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ നിലവിൽ വാർഡ് മെമ്പറായ സൈബുന്നിസ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുന്നു. കണ്ണപുരം പഞ്ചായത്തിലെ പ്രേരക് ബിന്ദുവാണ് സെന്റർ കോർഡിനേറ്റർ. 25 വർഷമായിട്ട് പ്രേരകന്റെ ജോലി ചെയ്യുന്നുണ്ട്. മാടായി സെന്റർ കോർഡിനേറ്റർ കൂടിയാണ്. ഇപ്പോൾ ഇത് ചെറുകുന്ന് സ്കൂളിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ 100% വിജയത്തിന് പിറകിൽ നമ്മുടെ ടീച്ചർമാരും നമ്മുടെ പഠിതാക്കളുടെയും 100% അർപ്പണത്തോടുള്ള ഭാഗമായിട്ടാണ് നമുക്ക് വിജയം നേടാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ മാടായി ഹൈമ ടീച്ചർ സഹകരണം ഇതിലെടുത്ത് പറയേണ്ടതാണ്. ടീച്ചർ നല്ല രീതിയിൽ പഠിതാക്കൾക്ക് ഒരു മോട്ടിവേഷൻ തന്നെ കൊടുത്തിട്ടാണ് പരീക്ഷാ ഹാളിൽ എത്തിച്ചത്. മുക്താർ അഹമ്മദ്, ജിജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ലീഡർഷിപ്പും വിജയത്തിന് മാറ്റുകൂട്ടി. 9ാം ക്ലാസ്സിൽ പഠനം മുടങ്ങിയ വിന്യശ്രീ തിളക്കമാർന്ന വിജയമാണ് നേടിയത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി, സാങ്കേതിക കാരണങ്ങളും നിർത്തിയതാണ്. കുറെ ആളെ മോട്ടിവേഷൻ കൊണ്ട് ക്ലാസ് തന്ന് നല്ല മാർക്ക് കിട്ടി, സന്തോഷമുണ്ട്. തുടർ പഠനം നടത്തണമെന്ന ആഗ്രഹമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. CITU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ രാഘവൻ നഗറിൽ വെച്ച് നടന്നു. CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി ട്രഷറർ അരക്കൻ ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. CITU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ രാഘവൻ നഗറിൽ വെച്ച് നടന്നു. CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി ട്രഷറർ അരക്കൻ ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിരന്തരമായി അവിടെ അമേരിക്ക ആക്രമിച്ച് മുന്നോട്ട് പോകുന്ന
ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സർവ്വരാജ്യ തൊഴിലാളി വർഗം ആകമാനം ഈ സാമ്രാജ്യത്വത്തിൻ്റെ നീരാളിപ്പിടുത്തത്തെ ശക്തമായി എതിർക്കാനും ചെറുത്തുനിൽപ്പ് നടത്താനും നിർബന്ധിക്കപ്പെടുന്നു എന്ന കാര്യം ഒറ്റ വാക്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഫോടകമായ അന്തരീക്ഷം കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണൻ, PV കുഞ്ഞപ്പൻ, VK ബാബുരാജ്, ദാക്ഷായണി, തമ്പായി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കരിവള്ളൂർ AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം TK ദേവരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കരിവള്ളൂർ AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം TK ദേവരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിനെന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ മാറ്റം ഉണ്ടാവണമെങ്കിൽ ജനങ്ങൾ ശാസ്ത്രബോധമുള്ളവരാവണം, ശാസ്ത്രീയമായ ചിന്ത ഉള്ളവരായി മാറണം. ഇത്തരത്തിൽ ജനങ്ങളെ ശാസ്ത്രബോധമുള്ളവരാക്കുക, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ജനങ്ങളെ ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് പരിഷത്തിന്റെ ലക്ഷ്യം. അതാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന് പറയുന്നത്. ഇപ്പോൾ പരിഷത്ത് ഉദ്ദേശിക്കുന്നത് പൊതുസമൂഹത്തെ ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ശാസ്ത്രബോധമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ സമൂഹത്തിൽ പരിവർത്തനം വരുത്താൻ കഴിയൂ എന്നാണ് പരിഷത്ത് വിശ്വസിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ പരിഷത്തിന്റെ രാഷ്ട്രീയം നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ TK രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ TV ചന്ദ്രമതി, TV വിജയൻ, TV രവീന്ദ്രൻ, T സൈനുദ്ദീൻ മാസ്റ്റർ, കരിമ്പിൽ ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഭാഷണവും പൊതുസമ്മേളനവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു. KSSPA സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഭാഷണവും പൊതുസമ്മേളനവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു. KSSPA സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ അദ്ദേഹത്തിന്റെ പേര് വരേണ്ട മിക്ക സമയത്തും കഴിഞ്ഞ 10-14 കൊല്ലമായിട്ട് മോദി ഗവൺമെന്റ് അത് മൂടി വയ്ക്കും. പിന്നെ അവരുടെ ആളുകൾ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിൽ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും അതിശയോക്തികളും അത്യുക്തികളും ഉപയോഗിച്ച് നെഹ്റുവിനെ താറടിക്കും. അദ്ദേഹം ഒരു ഡൈനസ്റ്റി, ഒരു രാജവംശം സ്ഥാപിച്ചു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന് തെളിവില്ലേ? മോത്തിലാൽ നെഹ്റു, അത് ഈ ഗവൺമെന്റ് ആരും ആയിരുന്നില്ല. ജവഹർലാൽ നെഹ്റു, പിന്നെ ഇന്ദിരാഗാന്ധി. രാജീവൻ എളയാവൂർ അധ്യക്ഷത വഹിച്ചു. നെഹ്റു കണ്ട ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രഭാഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ MN കാരശ്ശേരി പ്രഭാഷണം നടത്തി. പരിപാടിയിൽ TV ഗംഗാധരൻ, M പ്രദീപ് കുമാർ, K ജയരാജ്, K രാമകൃഷ്ണൻ, KV ഭാസ്കരൻ, T കുഞ്ഞികൃഷ്ണൻ, P സുഖദേവൻ മാസ്റ്റർ, P അബ്ദുൽ ഖാദർ മാസ്റ്റർ, UK സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി കുണിയൻ പറമ്പത്തറ ക്ഷേത്രത്തിൽ തേങ്ങയേറ് ചടങ്ങ് നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങ് കാണുവാൻ എത്തിച്ചേർന്നത്. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തേങ്ങയേറ് ചടങ്ങ് നടന്നു. 4 ദിവസത്തെ പാട്ട് മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് തേങ്ങയേറ് നടന്നത്. ക്ഷേത്രത്തിന്റെ അനുഷ്ഠാന ചടങ്ങുകളുടെ ഭാഗമായിട്ടായിരുന്നു ഇത്. നിരവധി ഭക്തജനങ്ങളാണ് തേങ്ങയേറ് ചടങ്ങ് കാണാൻ എത്തിച്ചേർന്നത്. ക്ഷേത്രം ബാല്യക്കാരാണ് തേങ്ങയെറിയുന്നത്. കല്ലിൽ കൊള്ളാതെ പുറത്തേക്ക് പോകുന്ന തേങ്ങ ആർക്കും എടുക്കാം. രാത്രി കളത്തിലരിയോട് കൂടി പാട്ടു മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
ബീഡി തെറുക്കുന്ന ഇലയുള്ള മരം ചെറുവത്തൂരിലുണ്ട്. കാരി ദിനേശ് ബീഡി തൊഴിൽശാലയ്ക്ക് മുമ്പിലാണ് ഈ അപൂർവ മരം തലയുയർത്തി നിൽക്കുന്നത്. ബീഡി തെറുക്കുന്ന ഇല നിറച്ചു നിൽക്കുകയാണ് ചെറുവത്തൂർ കാരി ദിനേശ് ബീഡി തൊഴിൽശാല അങ്കണത്തിലെ മരത്തിൽ. ദിനേശ് ബീഡിയുടെ പ്രതാപകാലത്താണ് ഇതിന്റെ വിത്ത് നട്ടത്. ഒഡീഷയിൽ നിന്നാണ് ഇതിന്റെ വിത്ത് കൊണ്ടുവന്നത്. അന്നത് വലിയൊരു ആഘോഷമായിരുന്നു. തൊഴിലാളികൾ മരത്തെ നന്നായി നോക്കി. ആദ്യകാലത്തൊക്കെ ഇതിന്റെ ഇല ഉപയോഗിച്ച് ബീഡി തെറുത്തതായി തൊഴിലാളികൾ ഓർക്കുന്നു. ഇത് കുറച്ചു കാലം നമ്മളെടുത്ത് ഇല ഉപയോഗിച്ചിട്ട് ബീഡി തെരച്ചു കൊടുത്തിന്. ഇതിപ്പം മൂത്തു ഇങ്ങനെ ഇല പൊട്ടി കീറിയില്ലേ, നല്ല തിരിയില വരുമ്പോൾ അത് പറിച്ചെടുത്തിട്ട് നമ്മങ്ങനെ പ്രസ്സാക്കിയിട്ട് കെട്ടി വെച്ചിട്ട് കുറെ അന്നേരം സൊസൈറ്റിയിലേക്ക് കൊടുത്തയച്ചിന്. കാലം കടന്നു പോകവേ ദിനേശ് ബീഡിയുടെ പ്രതാപകാലവും അസ്തമിച്ചു. പിന്നീട് മരം ഒരു കാഴ്ച വസ്തുവായി മാറുകയായിരുന്നു. ഹരിത സ്വർണമെന്നും ഈ മരത്തിന് വിളിപ്പേരുണ്ട്. ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബീഡിയുടെ ഇല കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. കണ്ണൂരിലെ ദിനേശ് ബീഡിയുടെ ആസ്ഥാനത്തും ഇവിടെയും മാത്രമേ ഈ മരം അവശേഷിക്കുന്നുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം കാലിക്കടവിൽ നടന്നു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗംഗാധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം കാലിക്കടവ് കരക്കേരു ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗംഗാധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതെന്താ? ശാസ്ത്രബോധം വളർത്തുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടിയാണ്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതും മാസികകൾ പ്രസിദ്ധീകരിക്കുന്നതും ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതും എല്ലാം എന്തിനാണ്? ശാസ്ത്രബോധം വളർത്താനാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അളവിൽ അത് ചെയ്യാൻ കഴിയാത്തതിന് എന്താണ് കാരണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ചെയ്യേണ്ട രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, പല കാരണങ്ങളും. അത് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതായിരിക്കണം. വി എം കുമാരൻ ചടങ്ങിൽ അധ്യക്ഷനായി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മീനാകുമാരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എൻ രവീന്ദ്രൻ, എം കെ ഹരിദാസ്, വി എം കുമാരൻ, പി പി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. കൊടക്കാട് നാരായണൻ ഗാഡ്ഗിൽ അനുസ്മരണ ഭാഷണം നടത്തി. പ്രതിനിധി സമ്മേളനത്തിൽ ഒയോളം നാരായണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി രാധാകൃഷ്ണൻ നെടുമ്പ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എൻ വി ഭാസ്കരൻ വരവു ചിലവ് കണക്കും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ദേശീയ അധ്യാപക പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടന്നു. NTU സംസ്ഥാന ട്രഷറർ കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ അധ്യാപക പരിഷത്ത് 47ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടന്നു. NTU സംസ്ഥാന ട്രഷറർ കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിരവധിയായിട്ട് നമ്മുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നിനു വീതം ഒന്നായിട്ട് അധ്യാപകർക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവസാനത്തെ ഈ കേട്ടറ്റിന്റെ വിഷയം തൊട്ട് എല്ലാവരും ഒന്ന് അധ്യാപകർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും നൽകാതെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇടുത്തി പോലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അധ്യാപകർ നേരിടേണ്ടി വരും. ജില്ലാ പ്രസിഡന്റ് എം സോജ അധ്യക്ഷത വഹിച്ചു. പി സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. CK രമേശൻ മാസ്റ്റർ, CI ശങ്കരൻ മാസ്റ്റർ, KV ജഗദീശൻ, പനക്കിൽ ബാലകൃഷ്ണൻ, മനോജ് മാസ്റ്റർ കാഞ്ഞിലേരി, പ്രമോദ് RK, PK ജയപ്രകാശ്, C ഷാജി, സ്നേഹ NK, ശ്രീജിത്ത് പുത്തിലം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് യാത്രയയപ്പ് സമ്മേളനവും അനുമോദനവും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിജു മെമ്മോറിയൽ സ്പോർട്സ് അക്കാദമിയുടെ ജേഴ്സി പ്രകാശനം ചെയ്തു. M വിജിൻ MLA ജേഴ്സി പ്രകാശനം ചെയ്തു. സിജു മെമ്മോറിയൽ സ്പോർട്സ് അക്കാദമിയുടെ ജേഴ്സി പ്രകാശനം ചെയ്തു. M വിജിൻ MLA ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. K സ്മിതേഷ് അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV ദീപു, മുൻ വാർഡ് മെമ്പർ A സന്ദീപ്, കോച്ച് ഷിയാസ്,
കെ ലിജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.